നമസ്കാരം. നെഥിയാസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തനി നാടൻ കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ദാ ഞാനിവിടെ പ്രോൺസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പ്രോൺസ് ആയിരുന്നു. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യം മുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ വിനീഗറാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് നാരങ്ങാനീര് വേണമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ വിനീഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ മസാലയൊക്കെ പ്രോൺസിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ് ചേർക്കുന്നത്. ഞാനിവിടെ 7-8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്തത്. ഇനി ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്, 3 ഇടത്തരം സവാള. അപ്പോൾ അത് ചെറുതായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ, നീളത്തിലല്ല, ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം നമ്മൾ ഇതിനെടുക്കാൻ. അപ്പോൾ ഇനി ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതേ ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിതിൽ തക്കാളി ഒന്നും യൂസ് ചെയ്യുന്നില്ല. തക്കാളി വേണമെന്നുള്ളവർക്ക് ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി എടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ 2-3 മിനിറ്റ് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ 3-4 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലൊക്കെയാണ് നമ്മളുടെ ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇനി പ്രോൺസൊക്കെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ പ്രോൺസിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരാനായിട്ട് അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രോൺസിൽ ഓൾറെഡി
ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മസാലയിലും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അഡീഷണൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ലാസ്റ്റ് ഇത് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പ്രോൺസിലൊക്കെ ആ മസാല നല്ലതുപോലെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 2 മിനിറ്റോളം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച്. അപ്പം മസാലയൊക്കെ നല്ലതുപോലെ നമ്മളുടെ പ്രോൺസിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കുക്കാവാൻ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പ്രോൺസിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 1/4 കപ്പ് വെള്ളം അത്രയും മതി. പിന്നെ കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ആ വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പ്രോൺസൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പ്രോൺസൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ. നമ്മളുടെ പ്രോൺസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല ഗ്രേവി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. 2-3 മിനിറ്റും കൂടി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഒരു അധികം ഒന്നും വേണ്ട, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് കിട്ടും. 2 ടേബിൾ സ്പൂൺ, അധികമൊന്നുമില്ല കേട്ടോ, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഞാനിതൊന്ന് നെയ്യിലിട്ട് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. നമുക്ക് ഓയിലിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നെയ്യിലിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി പ്രോൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൊഞ്ചൊക്കെ കിട്ടുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.